നമസ്കാരം, നിളാവിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. തീരദേശ ഗ്രാമമായ പുറത്തൂരിൽ തലയെടുപ്പോടെ ഉയർന്നു നിൽക്കുന്ന ജനകീയ പങ്കാളിത്തത്തോടെ നിർമ്മിച്ച കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററിൽ ഏതാനും വർഷം മുമ്പ് വരെ ഇവിടെ കിടത്തി ചികിത്സ ഉണ്ടായിരുന്നു. കോവിഡിന് ശേഷമാണ് കിടത്തി ചികിത്സ അവസാനിപ്പിച്ചത്. നിർധനരും പാവപ്പെട്ടവരുമായ പുറത്തൂർ, തൃപ്രങ്ങോട്, മംഗലം ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നായി നിത്യവും 1000-ഓളം രോഗികൾ എത്തുന്ന ഈ ആശുപത്രിയിൽ കിടത്തി ചികിത്സ അവസാനിച്ചതോടെ ആശുപത്രിയിൽ തങ്ങി എടുക്കേണ്ട ആൻറ്റിബയോട്ടിക് ഇഞ്ചക്ഷനുകൾ എടുക്കാൻ സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കേണ്ട ഗതികേടാണ് നാട്ടുകാർക്ക്. നായർത്തോട് കടവ് പാലം കൂടി ഗതാഗതത്തിന് തുറന്നുകൊടുത്തതോടെ പടിഞ്ഞാറേക്കര, കൂട്ടായി ഭാഗങ്ങളിലുള്ളവർക്ക് അടിയന്തര ചികിത്സക്ക് ഇവിടെ എത്താനാവും. എന്നാൽ 6 മണി വരെ മാത്രമാണ് ആശുപത്രിയിൽ ഡോക്ടർമാർ ഉള്ളത്. മുഴുവൻ സമയ ഡോക്ടർ വേണമെന്ന നാടിൻ്റെ ആവശ്യത്തിന് കാലപ്പഴക്കം ഏറെയുണ്ട്. തിരൂർ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ അധീനതയിലുള്ള ഈ ആശുപത്രിയിൽ വൈകിട്ട് 6 മണി കഴിഞ്ഞാൽ അടച്ചിടുകയാണ് പതിവ്. 108 ആംബുലൻസ് ഉൾപ്പെടെയുള്ള അടിയന്തര വൈദ്യസഹായം എത്തിക്കേണ്ട സംവിധാനങ്ങളുണ്ടെങ്കിലും ആശുപത്രിയുടെ സമയം കഴിയുമ്പോൾ ഇതെല്ലാം നിശ്ചലമാകും. അടിയന്തര വൈദ്യസഹായത്തിന് സ്വകാര്യ ക്ലിനിക്കുകളെയോ അല്ലെങ്കിൽ സ്വകാര്യ ആശുപത്രികളെയോ തേടിപ്പോകേണ്ട ഗതികേടിലാണ് നാട്ടുകാർ. തിരൂർ ജില്ലാ ആശുപത്രിയിലേക്ക് കാവിലക്കാട് നിന്ന് 15 കിലോമീറ്ററും പടിഞ്ഞാറേക്കരയിൽ നിന്ന് 18 കിലോമീറ്ററും താണ്ടണം. രാത്രികാലങ്ങളിൽ ഡോക്ടറെ നിയമിക്കുകയും കിടത്തി ചികിത്സ പുനരാരംഭിക്കുകയും ചെയ്യണമെന്ന നാട്ടുകാരുടെ ആവശ്യം ശക്തമാവുകയാണ്. ന്യൂസ് ഡെസ്ക്, നിളാവിഷൻ, പുറത്തൂർ.